അല്ല ഞാൻ 2-3 തവണ തന്നെ വിളിച്ചായിരുന്നു, എടുത്തില്ല. രാവിലെ വിളിച്ചായിരുന്നു. അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു ചേട്ടാ. ഞാൻ അമ്മയെ സഹായിക്കുമായിരുന്നു അടുക്കളയില്. ഓ പിന്നെ ഞാന് ഇന്നലെ തന്റെ കാര്യം ആലോചിച്ച്, അങ്ങനല്ല, തന്നെ പോലെ ഒരാളെ കണ്ടു. അല്ല അത് ഞാനേ വിളിക്കാവേ. ശരി, ഞാൻ ഇപ്പൊ വിളിക്കാം. കേശോ. ഓ കുമാറിന് എവിടെ പോണു നിങ്ങള്? ഒരു ചെറിയൊരു പണി വന്നിട്ടുണ്ട്, നീ വരണ? എന്തിനു പണിയെന്ന് പറ. ഒന്നുമില്ല, ഒരു വീട്ടിലുള്ള സാധനങ്ങൾ ഒരു പെട്ടി ഓട്ടോയിൽ കയറ്റിയിട്ട് അങ്ങനെ അങ്ങ് വേറൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത്ര വെയിറ്റ് ഒന്നും ഇല്ല, ചെറിയ സാധനങ്ങളാണ്. അത്ര വെയിറ്റ് ഒന്നും ഇല്ലാത്തവണെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന പണിയല്ലേ ഉള്ളൂ. ഓ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ പോയി. ഇനിയിപ്പോ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഫണ്ട് 3 പേർക്കായിട്ട് പിരിയുമല്ലോ, ആർക്കും ഒരു ഉപകാരം ഇല്ലാതാവും. അടുത്ത മണിക്ക് വിളിക്കണം. അതെന്തായാലും വിളിക്കാം. അതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ട് ആരെ ഫോൺ വിളിച്ചേ? അതൊക്കെ ഒരാൾ വിളിച്ചു. നിനക്ക് എന്തൊരു പ്രശ്നം, നീ പോടേ. ഞാൻ പോണ്. അല്ലെങ്കിലും കേശുവിന് ബാക്കിയുള്ളവരെ വിളിക്കാൻ സമയമുണ്ട്, നമ്മളെ വിളിക്കാൻ സമയമൊന്നും ഇല്ലല്ലോ. വായിക്കണ കേക്ക് നീ ഇപ്പം. കേശു, നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് ദേഷ്യം കൂടി വരുന്നുണ്ടേ. ദേഷ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ ജോയ്മോനും ടീമായിട്ടെ അടിയായിട്ട് അത് ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ? അതൊരു ചെറിയ കലിപ്പായണ്ണ. അണ്ണാ നോക്കിക്കോ, ഇനി ഈ ഏരിയയിൽ ഒരൊറ്റ സാമൂഹ്യ വിരുദ്ധരെയും ഞങ്ങൾ വളരാൻ അനുവദിക്കില്ല. നീ അടിച്ചെന്ന് പറയുന്നത്? അടിക്കണ്ട വന്നാൽ അടിക്കണ്ട, ആരെയും അടിക്കും. അണ്ണാ ചെല്ലു. ശരി എന്നാ പിന്നെ ശരിയാണ്. പോട്ടറാ. ഓ പോടാ. മെർലിൻ, അതൊന്നുമില്ല, ഇടയ്ക്ക് വെച്ചേ ഫ്രണ്ട്സ് വന്നത്, അപ്പൊ അവരോട്ട് ഇങ്ങനെ സംസാരിച്ച്. ഇല്ല ബിസിയൊന്നുമില്ല. പിന്നെ ഞാൻ വൈകിട്ട് പുറത്തിറങ്ങുന്നുണ്ട്, അപ്പൊ നമുക്കൊന്ന് കാണാം, മീറ്റ് ചെയ്യാം. പഠിക്കാനാ? അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ലിറ്ററേച്ചറൊക്കെയാണേ, അപ്പോൾ ഈ സർഗാത്മകമായി ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ട സാധനങ്ങളാണ്. അതുകൊണ്ട് പിന്നെ മെർലിൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? എന്നിട്ട് മെർലിൻ ഞാൻ വിളിക്കാം. മാമാ മാമാ പഠിക്കാനൊന്നുമില്ലടാ. ഉണ്ട് മാമ, ഞാൻ പഠിക്കാനുണ്ട്. പഠിക്കാൻ വേണ്ടല്ല, സർഗാത്മകമായിട്ട് അങ്ങ് എല്ലാം വിഴുങ്ങിയാൽ മതിയല്ലോ അല്ലേ? അങ്ങനല്ല മാമ, നമ്മൾ ഈ സർഗാത്മകമായിട്ട് പോരല്ലോ, പഠിക്കുകയാണ് ചെയ്യണം, എന്നല്ലേ കിട്ടൂ. ഇവിടെ ഒന്ന് മെർലിനെ വിളിക്കാൻ തുടങ്ങിയിട്ടേ കുറെ നേരം ആയാ? ഇല്ല, കുറച്ചു നേരമേ വിളിക്കാൻ തുടങ്ങിയിട്ട്. അതാര്? മെർലിൻ. ആര് മാമ? മെർലിനാ, ഫ്രണ്ട് എന്റെ. അന്ന് ഇവിടെ വന്ന ആ കുട്ടി അല്ലേ? ആ കുട്ടി ഫ്രണ്ട് ആണല്ലേ? അതല്ലേ ഇപ്പൊ പറഞ്ഞേ അമ്മായി. വെറും ഫ്രണ്ട് ആണല്ലേടാ? ചുമ്മാരി ഇങ്ങോട്ട് വാടാ. പിന്നെ മെർലിൻ വെറും ഫ്രണ്ടാണ്. മെർലിൻ വെറും ഫ്രണ്ടാണ് അല്ലേ? കുട്ടുവമ്മ അല്ല ആണ്. സരി ഗമ പ ഗമ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ നിധ നിധ പദ പമ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ. രാവിലെ തന്നെ സപ്തസ്വരങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ടല്ലോ. ക്ഷേത്രത്തിൽ പോയോണ്ടാണെന്ന് തോന്നുന്നു. ഒരു ശാസ്ത്രീയ മൂടൊക്കെ ഉണ്ട്. കൊള്ളാം എന്തായാലും. നീ ഒരു പാട്ട് പാടിയാണ്. ഞാനാ? അമ്മായി തുടങ്ങ്, ഞാൻ പാടാം. നീ പാട് തുടങ്ങിക്കോ. എന്തായാലും അമ്മായിലെ പാടിക്കൊണ്ടിരുന്നേ. നമുക്ക് പതുമനാഭ പാടിയാലോ? പതുമനാഭ പാടാലോ? പതുമനാഭ പരമ പുരുഷ പരം ജ്യോതി സ്വരൂപ വിമുരവന്ദ്യ വിമല ചരിത വിഹം ജാതിരോഹണ ഉദതി നിവാസ ഉരഗശയന. എന്താ പാടത്തെ? നല്ല രസമുണ്ട് പാടത്തെ കേൾക്കാൻ. കൊള്ളാല്ല, നിങ്ങൾ അടുക്കളയെ വലിയൊരു അരങ്ങാക്കി മാറ്റി. ഇനി കുട്ടുമാൻ പാട്. അത് വേണോ? പാട് ശ്രീ. ഓക്കെ. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞ പാടാൻ പറ്റില്ല, ഭാര്യ പറഞ്ഞപ്പോ കേട്ട് അല്ലേ? പാടണോ വേണ്ടേ? പാട്. വരവീണ മൃദുപാണി വനരുഹലോചനരാണി സുരുചിരബംബര
അനുത കല്യാണി നിരുപമ ശുഭ ഗുണലോലെ നിരത ജയാ പ്രദശീലെ വരദാദിയ രംഗനായകി വാജിത ഫലദായകി സരസീജ സനജനനി ജയ 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 വാണി. പൊള്ളി സാധനം எப்ப வந்துட்டாரு? ഇടയ്ക്ക് വെച്ച് വന്നിട്ടേ. നീ പാടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ദയവേത് മോനെ കേശു പാടരുത്. ഇത്ര നേരം പാടി എന്നുള്ള മൂഡ് മൊത്തം പോവും. എല്ലാരും പാടണം. പാടണ്ട. പാടണില്ല. ഇല്ല. ഹലോ ഹലോ, തെപ്പ ഇങ്ങോട്ട് എഴുന്നള്ളി. നീ ഞാനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നില്ലേ? കുട്ടപ്പ ഞാനൊരു ബുക്ക് എടുക്കാൻ തിരിഞ്ഞിട്ട് പോയി കളഞ്ഞെന്നേ. കുറെ നേരം കൊണ്ട് ഇവരോടുണ്ടെന്ന് വെച്ചാൽ ഞാൻ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എടി അതിനെ ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ അടുക്കളയിൽ ചെറുതായിട്ട് അനക്കം തട്ടിയപ്പോ അങ്ങനെ നിങ്ങൾ വന്നത്. ആണോ? കുട്ടുമാമ, നമ്മുടെ ഇപ്രാവശ്യത്തെ റെസിഡൻസിന്റെ പരിപാടിക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് 2-3 പ്രോഗ്രാം എങ്കിലും ചെയ്യണം. എല്ലാരും ഞെട്ടിക്കണം നമുക്ക്. അത് പൊളിക്കും. എന്ത് പൊളിക്കും? അടുക്കളയാണോ പൊളിക്കാൻ പോണേ? അതല്ലമ്മ, നമ്മുടെ റെസിഡൻസിന്റെ പരിപാടിക്ക് നമ്മുടെ ഫാമിലിയുടെ വക 2-3 പ്രോഗ്രാം എങ്കിലും വേണമെന്ന് ചേച്ചി പറയുമായിരുന്നു. അതെങ്ങനെ നടക്കും? ഈ റെസിഡൻസുകാർക്ക് ഔട്ട്സൈഡേഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇക്കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാ? പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. കേശേ, അമ്മ എന്ത് ഇവിടെ വന്നിരിക്കണത്? അമ്മ, എന്ത്? ഞാൻ ഇങ്ങനെ ഇവിടെ അമ്മയോടെ പോണ. ഓ, ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ബോർഡ് മീറ്റിംഗ്. എവിടെ വെച്ച്? സിവൽ ടവർ വെച്ച്. അമ്മ 5 സ്റ്റാർ ഹോട്ടലാ? ആ, അവിടെ വെച്ചാ? ആ. ആഹാ, എന്ത്? അല്ല അങ്ങനെയാണെങ്കിൽ വെറൈറ്റി ഫുഡൊക്കെ കാണുമല്ലോ. ഓ, വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാവും. ഞാൻ ഒന്നും കഴിക്കാൻ നിൽക്കണില്ല. എന്തിനാ പരിപാടി? ഒരു ജ്യൂസും കുടിച്ചിട്ട് ഇങ്ങ് പോരും. അങ്ങനെ? ആ, അല്ല അങ്ങനെയാണെങ്കിലേ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഐ മീൻ ഈ അമ്മയ്ക്ക് കൂട്ടായിട്ട്. ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൊണ്ടുപോകാം, കുഴപ്പമില്ല. അമ്മയ്ക്ക് പക്ഷെ കൂട്ട് വേണ്ടടാ. ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചിട്ടാൻ അറിയാലോ. എന്നാ പിന്നെ അമ്മ പോയിട്ട് വാ അമ്മ. കോട്ടെന്നാ. എന്ത് ഇവിടെ നിക്കണേ? എന്ത് ഇവിടെ നിക്കണേ? നീ ഇവിടെ ഒന്ന് നിന്നിട്ടാണ് കേട്ടോ ആ പാറു ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് നിക്കണേ. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരും, നോക്കിക്കോളാം. അത് കുഴപ്പമില്ലെന്നോ? അല്ല അവള് വരാതെ ഞാൻ നോക്കിക്കോളാം. അവള് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാമല്ലോ. കയറി പോടാകത്ത്. ആ അതാ പോണു. ആ മെല്ലെ. ഹായ്. താൻ തെറ്റി ഇത്ര ലേറ്റായേ? എനിക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. വലിയ മീനെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അതോ മീനുണ്ട്. നോക്കി. എവിടെ വലിയ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അതോ നോക്കി. അത് ചെറുതല്ലേ? ചെറിയ മീൻ, വലിയ മീൻ വരും. കുറച്ച് നേരം നമ്മൾ നിന്ന് കഴിയുമ്പോ പമ്മി വരും. കൊറേ നേരം നിക്കണോ? കൊറേ നേരം നിക്കണോ? അല്ല മെർലിന് ധൃതിയുണ്ടോ? ധൃതിയൊന്നുമില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ സമയം കളയണ്ടല്ലോ. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് വിടണം. ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ച്. ശരിയാണ്, എല്ലാവരും പറയും ബിസിയിലേക്ക് ബി എന്നൊക്കെ, നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമ്പോൾ എന്ത് സുഖമെന്നറിയും. അത് അനുഭവിച്ചവർക്ക് അതറിയും. കേശു എഴുതാറുണ്ടോ? എഴുതാറുണ്ടോ? ചെറുതായിട്ടൊക്കെ. മെർലിൻ എഴുതൂലേ? എഴുതാന്നൊക്കെ വിചാരിക്കും, പേനയും പേപ്പറൊക്കെ എടുക്കും, പക്ഷെ ഒന്നും കിട്ടാറില്ല. അത് നമ്മൾ കുറേ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. മനസ്സിൽ വരുന്നത് പെട്ടെന്ന് എഴുതണം. ഒരു ദിവസം ഞാൻ ഇതേപോലെ അന്നിങ്ങനെ പാറമട നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു തോട്ട്, ഒരു ചിന്ത. പെട്ടെന്ന് വീട്ടിൽ പോയി ഒരു പേപ്പർ എടുത്തു, അത് ഞാനൊന്ന് കോറിയിട്ടു. എന്ത് തോട്ടാ? എന്ത് തോട്ടാ കോറിയിട്ടത്? നിശ്ചലം ഗാംഭീര്യം. നീ നിൽപ്പൂ ആഴങ്ങളിൽ ധ്യാനിച്ചെന്തോ, ചലിക്കുന്നു നീ കാറ്റ് തലോടവേ, തുള്ളി ആടുന്നു നീ മുളങ്കാട്ടിലെ കുരുവികൾ പാടവേ. എങ്ങനെയുണ്ട്? തരക്കേടില്ല. നമ്മുടെ ഈ പാറമടയിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ കുറിച്ചാണ് ഇനി പറഞ്ഞത്. അല്ല, വലിയ തിമിംഗലത്തിനെ കാണിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാനില്ലല്ലോ. തിമിംഗലല്ല, വലിയ മീനുണ്ട്, വരും. നമ്മള് ഇങ്ങനെ നിക്കവേ വരും. ഇപ്പൊ വരേണ്ടതാണ്. അതെന്താ വരേണ്ട സമയം പറഞ്ഞിട്ടുണ്ടോ? നല്ലൊരു കോമഡി. ഹായ് മെർലിൻ. ഹായ് മെർലിൻ. ഹലോ മെർലിൻ. കുറച്ചേരായി നിങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ എല്ലാരും കൂടി? സസ്പെൻസ്. അത്ര വലിയ സസ്പെൻസ് ഒന്നും ഇല്ല. ഇയാള് പറഞ്ഞ കാര്യം ഇവൻ പറഞ്ഞൊന്നുമില്ല. അല്ല, ഇയാളൊന്ന് വീട്ടിലോട്ട് വരാഞ്ഞേ? എന്നോട് ഇവിടെ വരാനാ പറഞ്ഞ കേശു. ഇവിടെ വന്നിട്ട് വീട്ടിലോട്ട് വരാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇവിടെ മീനെ കാണിച്ചു തരാം, അത് കഴിഞ്ഞ് പൊക്കോളാനാ പറഞ്ഞേ.
മീനെ കാണിച്ച് ഫസ്റ്റ് പ്ലാന്, അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് പോകുന്ന സെക്കൻഡ് പ്ലാന്. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്ലാന്. മെർലിനെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, സർപ്രൈസ്, സസ്പെൻസ്. മെർലു ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വിളിക്കും കേട്ടാ, എന്നിട്ട് വളവളം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും. എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശിവ എന്തിനു പറയണേ? ചുമ്മാ ആവശ്യമില്ലാത്ത വിളിച്ചാറല്ലേ കേട്ടല്ലേ? ആവശ്യമില്ലാത്ത എന്ത് നിനക്ക് മെറിലിന്റെ അടുത്ത് സംസാരിക്കുന്ന ഇഷ്ടമല്ലേ? അങ്ങനെ ചോദിച്ചേ. ഒരാളോട് സംസാരിക്കാൻ ഇഷ്ടമാണെന്ന് പറയണതിൽ എന്താണ് ഇത്ര തെറ്റ്? എന്താണ് തെറ്റ്? തെറ്റില്ല. എന്താണ് തെറ്റ്? ഇല്ല. അത് തന്നെ, എന്ത് തെറ്റ്? മെറിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ, ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. മെർലിൻ ഇവൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? മിണ്ടാരി പറ. നിശ്ചലം ഗാംഭീര്യം, ചലിക്കും പിന്നെ ധ്യാനിക്കും. ഈ പാറമടലിലെ വെള്ളം അന്തം വിട്ട് നിൽക്കണം. നല്ല ബോറായിരുന്നല്ലേ സത്യം പറഞ്ഞ? അത്യാവശ്യം ബോറടിപ്പിച്ചു. മെർലിൻ പൊക്കോളൂ, മെർലിൻ പൊക്കോളൂ. പിന്നെ ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ മെർലിൻ. ബൈ ബൈ ബൈ. ധ്യാനിക്കുന്നാടാ വെള്ളം? അന്തം വിട്ട് നിൽക്കണം. ആ അമ്മേ, ശരി. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ മറ്റന്നാൾ വരാം. ഞാൻ മറ്റന്നാൾ വന്നിട്ട് സാധനങ്ങളും മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരാം. ഇല്ല, ഒറ്റയ്ക്ക് വരുന്നില്ല, ഞാൻ മമ്മേനെയും കൂട്ടിയിട്ട് വരാം. അത് നമുക്ക് പ്രശ്നമില്ലല്ലോ. ആ ഓക്കെ, എന്നാ ഞാൻ വിളിക്കാം. ശരി അമ്മായി, മറ്റന്നാ നമുക്ക് കുഴിപ്പളം വരെ ഒന്ന് പോയാലോ? പോലാ. പക്ഷെ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും. കുഴപ്പമുണ്ടോ കുട്ടുമാമൻ? ശ്രീ എൻ്റെ ഒരു ആഗ്രഹത്തിന് നോ പറയില്ല. ഓഫ്, യു ആർ സോ ലക്കി. ബട്ട് റിമെമ്പർ ദാറ്റ്സ് മൈ അങ്കിൾ. ഓക്കെ ഓക്കെ. ആ ഡേയ്, നീ ആർക്കെങ്കിലും പൈസ കൊടുത്തായിരുന്നു? ഞാൻ കൃപാന്ന് മാധവന് ഒരു 5000 രൂപ. ചോദിക്കാതെ തോന്നിയ ദിവസം കാണിച്ചോണ്ടല്ല, തലക്കെട്ട് കൂട്ടി തരും. സോറി. സോറിയാ? എന്തോ സോറി? എന്തോന്ന് മാമ, ഒരു 5000 രൂപയല്ലേ? ശേ, തന്ന ബിൽഡപ്പ് മൊത്തം കളഞ്ഞു. കുട്ടിമാമ കുഴിപ്പളത്ത് വരുന്ന എൻ്റെ കൂടെ. എന്നാ ഞാൻ അമ്മേനെ കൊണ്ടോട്ടാ. പക്ഷെ ഒരു ദിവസം അവിടെ നിന്നിട്ടേ വരത്തുള്ളൂ. കുഴപ്പമില്ല. അതാര്? ആര്? ഡ്രൈവ് ചെയ്തു. എന്ത്? അമ്മ വണ്ടി ഓടിക്കോ? ഞാൻ പഠിച്ചു. പഠിച്ചെന്നാ? അയ്യപ്പ പഠിച്ച്? ഓഫീസിൽ ചില ആവശ്യങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ ഞാൻ അവിടുത്തെ വണ്ടിയും കൊണ്ടാ പോണേ. അപ്പൊ ഇന്നാള് MD ഓഫീസിൽ നിന്ന് മീറ്റിങ്ങിന് പോയി. അപ്പൊ പെട്ടെന്ന് അത്യാവശ്യത്തിന് ഞാൻ പോകേണ്ടി വന്നു. MD എന്നോട് വിളിച്ചു പറഞ്ഞു അവിടെ കീ ഇരിപ്പുണ്ട്, MDയുടെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു. അല്ല, അപ്പൊ ഡ്രൈവിംഗ് ആര് പഠിപ്പിച്ച്? ഡ്രൈവിങ് സുഷമയുടെ ഒരു ഫ്രണ്ട് വഴി പഠിച്ചു. എന്ത് കുഴപ്പം? ഇവരെ പുറകെ നടന്ന് അച്ഛൻ്റെയും മക്കളുടെ എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിനെ പഠിപ്പിച്ചാന്ന് ആരും പഠിപ്പിച്ചെന്നില്ല. അവസാനം സ്വയം പോയി പഠിക്കേണ്ടി വന്നു. ലൈസൻസ് ഒക്കെ എടുത്താ? പിന്നെ 6 മാസമായി ലൈസൻസ് കിട്ടിയിട്ട്. കള്ളി, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? എന്റെ മോനെ, ഞാൻ ലൈസൻസ് എടുത്ത് എങ്ങാനും പറഞ്ഞ ഇവര് പുതിയ കാർ എടുപ്പിക്കും. പിന്നെ അതിന്റെ EMI എന്റെ നെറുന്തലിയിലിരിക്കും. വെറുതെ റിസ്ക് എടുക്കണ. മാഡം ഓഫീസില്ലേ? ഒരു ഫയൽ എടുക്കാൻ പറഞ്ഞു, അതിനു വേണ്ടി ഓടിക്കളിച്ച് വന്നത്. അല്ല അമ്മ പൊളിച്ചല്ലേ? എന്നാലും ചേച്ചി പറഞ്ഞില്ലല്ലോ. അല്ല അമ്മ, അമ്മയുടെ പരിപാടിക്കുള്ള മരുന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ? ചേച്ചി എല്ലാം പറഞ്ഞോണ്ടല്ലോ തൊലച്ചളഞ്ഞ. പോട്ടെ, ഞാൻ പോണോ? പോണ്. ഷോള് താഴെ കിടന്ന് മുട്ടുന്നമ്മ. സൂക്ഷിച്ചു വേണേ. ഓ കാറോടി. കുഴിപ്പളത്ത് പോണ കാര്യം. ഒരാവശ്യമുണ്ട്, കൈവിടരുത്. നീ കൈ പിടിച്ചേക്കണെന്തിന്? എന്നെ കൈവിടല്ലെന്ന്. എടാ, അത് നീ എന്റെ കൈ വിട്, എന്നിട്ട് നീ കാര്യം പറ. കൈവിടൂലല്ലോ. എടാ, നീ കാര്യം പറയടാ. എന്തോന്ന്? കൈവിടില്ലെന്ന് ഉറപ്പാണോ? പറ കേശുവേ, എന്തുവാ? ചേച്ചി, സംഭവം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലേ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ചേച്ചിയാണ്. സത്യം പറഞ്ഞാൽ യു ആർ നോട്ട് മൈ സിസ്റ്റർ, യു ആർ മൈ ഫ്രണ്ട്. അല്ലേ? ഫ്രണ്ട് അല്ലേ? നീ മാറ്ററിലേക്കുവാ? ചേച്ചി, ഞാൻ ഇപ്പം വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്താ അവസ്ഥ? ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ?
കാര്യം പറയടാ. എനിക്കിപ്പോ ഒരു 19-20 വയസ്സായില്ലേ? 20 വയസ്സായില്ലേ? 19 വയസ്സ് കഴിഞ്ഞ്. അതന്നെ പറഞ്ഞു 20 വയസ്സായല്ലോ. ആ അപ്പോ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നുന്നത് തെറ്റാണോ? ആര് പറഞ്ഞു തെറ്റാണെന്ന്? തെറ്റൊന്നുമില്ല. നിന്റെ ഈ പ്രായത്തിൽ ഇഷ്ടം തോന്നിയില്ലെങ്കിലാണ് ശാരീരികമായും മാനസികമായും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നണം. അതാണ് എന്റെ ചേച്ചി, അതാണ് എനിക്ക് ചേച്ചിയുടെ ഇഷ്ടം. പറഞ്ഞാ മനസ്സിലായില്ലേ? മെർലിൻ. അപ്പോ ചേച്ചി മെർലിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് പറയണം. ഞാൻ അപ്പോൾ ഹംസമാവണം. കൈൻഡ് ഓഫ്. മച്ചാനെ പറയാളിയ വേണേ ഞാൻ കാല് പിടിക്ക. നമ്മളിപ്പോ മച്ചാനും അളവിനെയും ആയ സ്ഥിതിക്ക് കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ലച്ചു ചേച്ചി. അവളോട് സംസാരിച്ചാ പോരെ? അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. എടാ നിനക്കൊക്കെ വേണ്ടി ഞാൻ ലവ് മാറ്ററിൽ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ചേച്ചി അതെന്ന് പറഞ്ഞ് നടക്കണേ? ഞാനൊന്ന് ഇരുത്തി കണ്ടതാ. കാണു നീ. പറയണ തെങ്ങാണോ മനസ്സിലാവുള്ളൂ. ചേച്ചി ഓ ഹായ്. കുറെ നേരം വന്നിട്ട്? ഇല്ല ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. മെർലിൻ വീട്ടിൽ ബിസി ആയിരുന്നു? ഇല്ല ഞാൻ ഫ്രീ ആയിട്ടിരിക്കുവായിരുന്നു. എന്താ കാണണമെന്ന് പറഞ്ഞേ? അല്ല ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നേ, അതുകൊണ്ട്. എന്റെ നമ്പർ കേശു വന്നല്ലേ? അല്ല അവൻ വന്നില്ലേ? ആരാ? കേശു. ഇല്ല, അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അല്ല എനിക്കത് പ്രശ്നമില്ല, പക്ഷേ കേശുവിന് ഭയങ്കര ചമ്മല്. എന്ത് ചമ്മല്? അല്ല ഈ ഒരു ടൈം പീരീഡിൽ അവന്റെ ക്യാരക്ടർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവൻ ഭയങ്കര പാവല്ലേ, ഭയങ്കര ഇന്നസെന്റാ, എല്ലാവരോടും എന്തൊരു സ്നേഹ അല്ലേ? സ്നേഹമൊക്കെയാണ്. മെർലിൻ ഏജ് എത്രയുണ്ട്? അല്ല ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? 20 ആവാൻ പോകുന്നു. ഓ അപ്പൊ രണ്ടുപേരും സെയിം ഏജ് ആണ്. അല്ല ചേച്ചി ശരിക്കും എന്താ പ്രശ്നം? ചേച്ചി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് എനിക്ക് ടെൻഷൻ. അയ്യോ ടെൻഷൻ ആവണ്ട. താനേ അവൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് അടുപ്പം കാണിക്കണം. അതായത് വല്ലപ്പോഴും വീട്ടിൽ വരിക, പിന്നെ തനിക്ക് സന്തോഷം വരുന്ന വല്ല കാര്യമോ സങ്കടം വരുന്ന വല്ല കാര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇമോഷൻസ് ഉണ്ടല്ലോ, അത് അവൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല ഇപ്പൊ ഞങ്ങൾ നല്ല രീതിക്കല്ലേ മിങ്കിൾ ചെയ്യുന്നത്? അതെ നല്ല രീതിക്കാണ് മിങ്കിൾ ചെയ്യുന്നത്. മെർലിന് കേശുവിന് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാതിരിക്കാൻ കേശുവിന് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ ചെറുക്കന് അടിപൊളിയാണ്. ഇപ്പോൾ കേശുവിന് എൻ്റെ അടുത്തും ശിവാനിയുടെ അടുത്തുള്ള അതേ ഇഷ്ടമാണ് മെർലിൻ്റെ അടുത്തും. അതുകൊണ്ട് മെർലിൻ എപ്പോഴും നല്ലൊരു സഹോദരിയായിട്ട് അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നാണ് അവൻ്റെ ഒരു ആഗ്രഹം. അത് അവനിങ്ങനെ ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മെർലിൻ്റെ അടുത്ത് അത് പറഞ്ഞതന്നേ ഉള്ളൂ. കേശു മെർലിനെ പെങ്ങളെന്ന് വിളിക്കുന്നതുകൊണ്ട് മെർലിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അയ്യോ എനിക്കെന്ത് പ്രശ്നം? വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്, അവൻ വിളിക്കുന്നു. പറയടാ. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ തന്നെ വരാം, നീ അവിടെ നിൽക്ക്, ഞാൻ വെക്കുകയാണേ. എന്നാ പിന്നെ മെർലിൻ അങ്ങോട്ട് വീട്ടിലേക്ക് അവരവിടെ ഉണ്ടാവും. വരുന്നില്ലേ? ഞാൻ വരാം. ചെറുക്കൻ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ കൊല്ലും. ഈ മരത്തിൻ്റെ മുകളിൽ ജീവിക്കുന്നതാണ് നല്ലത്. നിശ്ചല ജലമേ, എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു? എൻ്റെ കാര്യം പോക്കാ. ചാടി ചത്താല അല്ലെങ്കിൽ വേണ്ട. എന്തോ കേശുമ്മ പോയി. യു ആർ സോ ലക്കി. ഞാൻ എല്ലാം പറഞ്ഞ് ഡീലാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാ പിന്നെ ചേച്ചി പോട്ടെ, നിങ്ങൾ സംസാരിച്ചിരി. ഓക്കെ. എന്താ കേശു ഒരു ഷൈൻസ് ഒക്കെ? പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ലേ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഈ മിക്ക ബോയ്സും ഫ്രണ്ട്ഷിപ്പാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു ഐ ലവ് യു എല്ലാം കോളാക്കും. പക്ഷെ കേശുവിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യു ആർ സംതിങ് സ്പെഷ്യൽ. എന്നൊരു സഹോദരിയെ പോലെ കാണുന്നതെന്ന് പറയാൻ എന്താ മടി? ഇനി തന്നെ ഞാൻ ഡെയിലി വിളിക്കും, മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരും. നമ്മളിങ്ങനെ അടിപൊളിയാ. ഇനി കേശുവിനെ ലച്ചുവും ശിവാനിയും പാർക്കുട്ടിയൊക്കെ പോലെ തന്നെ മെർലിനും ഉണ്ട്. മനസ്സിലായോ? ഡേപ്പോ നിക്കാതെ പോ. ഓക്കെ ബ്രോ. ബ്രോ ഐ ലവ് യു ബ്രോ. എനിക്ക് നല്ലൊരു ബ്രദറിന് കിട്ടി. ശരി എന്നാ. ആ കുഴിപ്പള്ള
എടാ ലച്ചു, എന്താണ് കാര്യം പറഞ്ഞേ? കാര്യമല്ലേ നിനക്കൊക്കെ കാര്യം അറിയണേ? എവിടെ നീ ഇറങ്ങി വന്നോ? എന്തിനാ? ഏ? എന്ത്? എല്ലാണോ കാണും, എല്ലാണോ കാണും എന്റെ പുറകിൽ എനിക്കറിയാം. ആരെന്തിന്റെ പുറകെ കാണുന്നു? എടേ കാര്യം തെളിച്ച് പറ. എന്തൊരു നോക്കുന്നേ? ഞാൻ കാര്യം കൂടെ തെളിച്ചു പറയാം. എന്റെ തെറ്റ്, അതിനെ വിശ്വസിച്ചത് എന്റെ തെറ്റ്. ഡേയ്, എന്താണ്? അമ്മയുടെ മൂത്ത മോണ്ടല്ല, ഇന്നങ്ങനെ ഞാൻ കൊല്ലും. ആ വെള്ളിമോൻ കൂടെ കഴുത്ത് പിടിച്ച് ഞാൻ ഞെരിച്ചു കളഞ്ഞു. അമ്മേ, അമ്മയുടെ മോന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. കുറെ നേരം അലറിക്കൊണ്ട് നടക്കുക. ഗോഡൗണിലല്ലേ? ഗോഡൗണിൽ ഒളിപ്പിച്ചല്ലേ? അമ്മ അടിച്ചിട്ടൊന്നും ഇത് നിക്കൂല. അമ്മ ചേച്ചി മിക്കവാറും കുടിപ്പളത്ത് പോയി കാണും. അവിടെ ആരും ഇല്ലടാ. എടാ കേശു, എന്തിനാ നിനക്ക് വീട്ടിൽ വന്നേ സ്വസ്ഥതാരത്തോട്ടെ നീക്കാ? എന്താ നിനക്ക്? എടാ എന്താ നിനക്ക്? അതേ ഉണ്ടല്ലോ ഞാൻ. ചേച്ചി നിന്നുകൊണ്ട് ഇറങ്ങുക. ലച്ചു, പല്ലോട് ചോടാ. ഇറങ്ങിയോ? കേശു മോനെ, എടാ ചേച്ചിനൊന്നും ചെയ്യലടാ. സത്യമായിട്ടും നിനക്ക് പ്രശ്നം വരുന്ന ഒന്നും ഞാൻ ഇനി ചെയ്യത്തില്ല. ഞാനൊരു ടെൻ്റൊക്കെ കെട്ടി ഇതിൻ്റെ മേളിൽ അങ്ങ് താമസിച്ചോളാം. സമയത്തിന് ഭക്ഷണം മാത്രം എത്തിച്ചാൽ മതി. നിന്റെ ഈ ദേഷ്യം മാറാൻ വേണ്ടിയിട്ടേ ചേച്ചി ഒരു 4 വരി കവിത പാടട്ടാ. നിശ്ചല ജലമേ, നിങ്ങൾ എന്ത് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കണത്? മതിയാ സഹോദര?